ക്കുന്നു. അതോടൊപ്പം ഈ വീടുമായിട്ട് എനിക്ക് ഒത്തിരി അകമഴിഞ്ഞ ഒരു സ്നേഹബന്ധം. കഴിഞ്ഞ ഒരു മാസക്കാലം ഞാനിവിടെ വന്നു. എന്നാൽ എല്ലാവരും ചേട്ടൻ ചേച്ചിന്ന് വിളിച്ചു, ഞാനും അങ്ങനെ വിളിച്ചു. പക്ഷെ സഹിക്കാൻ പറ്റാനുപരിയായിട്ട് ദൈവം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. എന്നാൽ നമ്മൾ വേർപെട്ടു പോകുന്നത് അതൊരു ദുഃഖമാണ്. എന്നാലും നമുക്കൊരു നിത്യതയുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ ദൈവത്തിൻ്റെ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു: അവസാന ദിവസം കാഹളം ധ്വനിക്കും നിശ്ചയം, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, ജീവനോടുള്ള നമ്മൾ രൂപാന്തരം പ്രാപിക്കും. കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരോട് എൻ്റെ കാന്തയെ എഴുന്നേൽക്കാൻ പറയുമ്പോൾ കർത്താവിൻ്റെ ഉത്തമ മണവാട്ടിയായി നമുക്കെല്ലാം ജീവിക്കുവാൻ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും, ഇവിടെ നടത്തുന്ന ഓരോ പുരോഹിതന്മാരും ഓരോ വായിലൂടെ വരുന്ന ഓരോ വചനങ്ങൾ കേട്ട് ഇതൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നതാണ്. നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കൊരു മരണമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം, വചനം പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് ഏറെയായാൽ 80, അല്ലെങ്കിൽ അത് 4 വിരൽ നീളം, അല്ലെങ്കിൽ വയലിലെ പൂ പോലെ കഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ നമ്മളോട് പറയുന്നു നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയിലാക്കാക്കി ജീവിക്കുവാൻ നമുക്കെല്ലാം ഒരുങ്ങാം. കർത്താവിൻ്റെ പ്രത്യക്ഷത്തിൽ നമുക്ക് മുഖാമുഖം കാണാം.